ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മരണം അവിടെ സംഭവിച്ചു എന്നുള്ളത്, കൺമുന്നിൽ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രതികരണം ഒക്കെ ഏത് രീതിയിലാണ്? ബിന്ദുവിൻ്റെ തലയോലപ്പറമ്പിലെ വീട്ടിലാണ് ഞാനുള്ളത്. ഇപ്പോഴും ഈ വീട്ടിലുള്ളവർക്ക് ഇത് വിശ്വസിക്കാനാകുന്നില്ല. വാർത്തകളിലൂടെ ഒരു സ്ത്രീ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പോലും അത് ബിന്ദു ആകരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. ഇപ്പോൾ ഇവിടേക്ക് ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിന്ദുവിൻ്റെ പ്രായമായ അമ്മ സീതാലക്ഷ്മി മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളത്. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച പോയത്. ഒരു അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുകയാണ് ബിന്ദു. ഇവിടെ നിന്ന് ശനിയാഴ്ചയാണ് സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് ബിന്ദു വീട്ടിലേക്ക് വന്നത്. ശേഷം തിങ്കളാഴ്ച മകളെയും ഭർത്താവിനെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. മകളുടെ ശസ്ത്രക്രിയയെല്ലാം പൂർത്തിയാക്കി തിരിച്ചു വരാമെന്നവർക്ക് വാക്ക് നൽകിയാണ് ബിന്ദു പോയത്. ചേച്ചി, എന്നാണ് ബിന്ദുവിനെ അവസാനം കണ്ടത്? ഞാൻ ശനിയാഴ്ച കണ്ടത്. ഞായറാഴ്ച ബിന്ദു കുഞ്ഞുണ്ട്. ഞാൻ ഞായറാഴ്ച പോകാറില്ല. പിന്നെ ഇവരൊക്കെയാണ് ഞായറാഴ്ച ഉണ്ടായിരുന്നു. കുഞ്ഞ് തിങ്കളാഴ്ച ഹോസ്പിറ്റലിലോട്ട് പോയി. എങ്ങനെ ചേച്ചി വാർത്ത അറിഞ്ഞത്? ഇതെങ്ങനെയാണ്? മൊബൈലിൽ ആങ്ങളെ കാണിച്ചു തന്നെയാണ്. ഞങ്ങളൊരു വേറൊരു വീട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ ആങ്ങളെ പറഞ്ഞു ഞാൻ നേടി ഒരു കൂട്ടം കാണിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴാണ് ബിന്ദു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ബിന്ദു ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അല്ലടി, ഇത് വേറെ ഇടുക്കിയിലെങ്ങാണ്ട്, ആദ്യം ഇടുക്കിന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഭർത്താവിൻ്റെ കൊച്ചിൻ്റെ പേര് പറയടിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെയാണെന്ന് പറഞ്ഞു.